ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് എംബ്രോയ്ഡറി ബേസിക് സ്റ്റിച്ചസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും ഈ ക്ലാസ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. എംബ്രോയ്ഡറി ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേറൊരു സ്റ്റിച്ച് അറിയില്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിച്ചസ് പഠിച്ച് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ഇത് വെച്ച് ഒരുപാട് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് വളരെ സിമ്പിളാണ്. ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് സ്പേസ് വിട്ട് ചെയ്യുമ്പോഴത്തേക്ക് റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആവും. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് നമുക്ക് കാണാം. We were sparks on quiet streets, two hearts finding where to meet. But life pulled us apart, left me talking to the dark. If I called you tonight, would it feel the same? Or have we both moved on to different names? ഇനി രണ്ടാമത്തേത് ബാക്ക് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു അപരനാണെന്ന് വേണമെങ്കിൽ പറയാം. റണ്ണിങ് സ്റ്റിച്ച് തിരിച്ച് ചെയ്യുന്നതാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു രണ്ടാമത്തെ സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. ആദ്യം ഒരു സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് സ്റ്റിച്ച് ചെയ്യണം. അതാണ് ബാക്ക് സ്റ്റിച്ച്. Up since 3, scrolling back where we used to be. Half truths in this late night chat, both of us knowing what a lie that. Funny how we talk like we're fine, but your name still lives in my rhyme. Take me back to the start, before the quiet and the scars. Take me back to the start. അപ്പോൾ മൂന്നാമത്തത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് വളരെ സിമ്പിളാണ്. നമ്മൾ ഇങ്ങനെ ഈ ചെയിൻ പോലെ കോർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ചും സാധാരണ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കൊരുങ്ങാതെ സൂക്ഷിക്കണം. അതേ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഹോള് വന്നില്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തി മാറ്റുമ്പോഴത്തേക്കും അത് ഹോളാവും. പിന്നെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കും ഒരു വിരിവ് കൂടെ വരും. അപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മളിപ്പോൾ ഒന്ന് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല പെർഫെക്റ്റ് ആണെന്നില്ലല്ലോ. അതേപോലെ ഓരോന്നോരും ഇങ്ങനെ പിടിച്ചു മാറ്റി ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ കുരുങ്ങുവാണെങ്കിൽ കൈ കൊണ്ട് നൂല് നേരെ ശരിയാക്കിയിട്ട് വീണ്ടും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. Up since 3, scrolling back where we used to be. Half truths in this late night chat, both of us knowing what a lie that. Funny how we talk like we're fine, but your name still lives in my rhyme. Take me back to the start, before the quiet and the scars. Take me back to the start, before the quiet and the scars. When the world felt small and your hands felt warm, take me back to the start, if only for a moment. If only for a moment. അടുത്തത് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇതും ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേറൊരു വേരിയേഷനാണ്. ആദ്യം റണ്ണിങ് സ്റ്റിച്ച് പോലെ ആദ്യം ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ സൂചി കുത്തിയെടുക്കണം. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെ ആ നൂലിൻ്റെ അകത്തൂടെ തന്നെ കുത്തിയെടുക്കണം. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്പ്ലിറ്റ് സ്റ്റിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് പോലെ ചെയ്തിട്ട് അതിൻ്റെ അകത്തൂടെ നമ്മൾ കുത്തിയെടുക്കണം. അപ്പോൾ
സ്പ്ലിറ്റ് സ്റ്റിച്ചും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് ഒരു എംബ്രോയ്ഡറി ചെയ്യാൻ ബേസിക് സ്റ്റിച്ചായിട്ട് ഇതൊക്കെ ധാരാളമാണ്. സാധാരണ ഇതൊക്കെ ചെയ്യുന്നത് ഈ സ്പ്ലിറ്റ് സ്റ്റിച്ച് ഏതെങ്കിലും ഫ്ലവറൊക്കെ വരയ്ക്കുമ്പോൾ എൻ്റെ തണ്ടിലായിട്ട് ചെയ്യാൻ ഈ സ്പ്ലിറ്റ് സ്റ്റിച്ച് വളരെ രസമായിരിക്കും. അപ്പോൾ അതിനാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. If only for a moment. If only for a moment. Take me back to the start. Before the quiet and the scars. When the world felt small in your head. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ്. നമ്മുടെ ഐഡിയ വെച്ച് ഫ്രഞ്ച് നോട്ട് വെച്ച് ഒരുപാട് ഡിസൈൻസ് നമുക്ക് ചെയ്യാം. ഫ്ലവറിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനായാലും ട്രീ ഉണ്ടാക്കാനാണെങ്കിലും ഫ്രഞ്ച് നോട്ട് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് അത് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് നോട്ടിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഏത് പോയിന്റിലാണോ സൂചി കുത്തിയെടുക്കുന്നത് അവിടെ നിന്ന് വലിച്ചെടുത്ത ശേഷം 2 നോട്ട് കറക്കിയെടുക്കുക. നമുക്ക് ഇത്ര നോട്ട് വേണമെങ്കിലും കറക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ കുത്തി ഇറക്കിയ ശേഷം മറ്റേ സൈഡിലെ നൂല് നമ്മൾ ഇതേപോലെ മറ്റേ കൈ കൊണ്ട് പിടിച്ച് ടൈറ്റായിട്ട് പിടിച്ച് വെക്കുക. എന്നിട്ട് സൂചി വലിച്ചിറക്കിയ ശേഷം നൈസായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് ശരിയാവും. നമ്മൾ അവിടെ പിടിച്ചു വെച്ചില്ലെങ്കിൽ അവിടെ ലൂസായിട്ട് എല്ലാം കൂടെ പൊന്തി നിൽക്കും. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് നോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെർഫെക്റ്റായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ പാർട്ട് 2 ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഇടാം. അപ്പോൾ ഇതാണ് ബേസിക് സ്റ്റിച്ചസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.